VS രഞ്ജിത്തിലേക്ക്. രഞ്ജിത്ത്, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലേക്ക് BJP എത്തുന്നു എന്നതിന്റെ സൂചനകൾ നമുക്ക് വളരെ മുൻപ് തന്നെ ലഭിച്ചതാണ്, ജനുവരിയിൽ തന്നെ ലഭിച്ചതാണ്. ജനുവരി 3-നാണെന്ന് തോന്നുന്നു ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ആ പേരിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യം റിപ്പോർട്ട് ചെയ്തതും രഞ്ജിത്താണ്. എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, പല പേരുകൾ പരിഗണിക്കപ്പെട്ടിരുന്നു. അതിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരുമുണ്ട് എന്നുള്ള വിവരം, രാജീവ് ചന്ദ്രശേഖർ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവരം ഡൽഹിയിൽ നിന്ന് PR സുനിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിനൊപ്പം MT രമേശിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും ഒക്കെ പേരുകൾ പരിഗണിക്കപ്പെട്ടിരുന്നു. പിന്നീടാണ് KS സുരേന്ദ്രൻ തന്നെ തുടരും എന്നുള്ള വാർത്തകൾ സജീവമായി പരിഗണനയിലുണ്ടായത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളും സൂചിപ്പിച്ചിരുന്നു. V മുരളീധരൻ വന്നേക്കുമെന്നൊരു അഭ്യൂഹമുണ്ടായി. ഇങ്ങനെ പല പേരുകൾ പരിഗണിക്കപ്പെടുകയും ഇന്ന് രാവിലെ പോലും നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു ധാരണയും അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വീടെടുത്ത് താമസിക്കാൻ തുടങ്ങിയതും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയതും അച്ചുകാൽ പൊങ്കാലയ്ക്കും ആശാവർക്കർമാരുടെ സമരത്തിലുമൊക്കെ അദ്ദേഹം സജീവമായിട്ടുണ്ടായിരുന്നതുമൊക്കെ ചില സൂചനകളായി നമ്മൾ കണക്കാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ 11 മണിക്ക് കോർ കമ്മിറ്റി ചേരുന്നതിന് തൊട്ട് മുൻപാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വിളിച്ച് പ്രകാശ് ജാവ്ദേക്കർ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും അധ്യക്ഷൻ, അദ്ദേഹമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് എന്ന വിവരം MT രമേശിനെയും ശോഭാ സുരേന്ദ്രനെയും PK കൃഷ്ണദാസിനെയും ഒക്കെ പ്രകാശ് ജാവ്ദേക്കർ വ്യക്തിപരമായി വിളിച്ച് അറിയിക്കുന്നു. ഒരു സമന്വയത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. അതേസമയം തന്നെ നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, കോർ കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കെ യോഗത്തിനകത്ത് വെച്ചാണ് അദ്ദേഹം ഇക്കാര്യം ഔദ്യോഗികമായി ആ നേതൃത്വത്തെ അറിയിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഈ വാർത്ത പുറത്തുവിടുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ഒരു ടെക്നോക്രാറ്റാണ്, ഒരു ബിസിനസ്മാനാണ് എന്നതിനൊക്കെ ആ ഒരു പ്രതിച്ഛായ, ഒരു വികസനത്തിൻ്റെ പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട്. കേരളത്തിൽ ഒരു പക്ക പൊളിറ്റിക്കൽ ലൈനുള്ള ഒരു RSSകാരൻ അല്ലെങ്കിൽ BJPക്കാരൻ എന്നതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുന്ന, യുവാക്കൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് എന്ന പരിഗണനയാണ് രാജീവ് ചന്ദ്രശേഖരന് ഗുണം ചെയ്തത്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് കേരളത്തിലെ BJPയുടെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ സമരസപ്പെടുത്താൻ സാധിക്കുന്ന, ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് എന്നുള്ളത് കൂടി അദ്ദേഹത്തെ പരിഗണിക്കാൻ കാരണമായിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് അറിയേണ്ടത് കേരളത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ടീമിൽ ആരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പ്രസിഡന്റ് ആവാൻ വേണ്ടി അർഹതയുണ്ടായിരുന്ന MT രമേശും ശോഭാ സുരേന്ദ്രനുമൊക്കെ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖറുമായി സഹകരിക്കുക, രാജീവ് ചന്ദ്രശേഖർ സ്വന്തം ടീം ഉണ്ടാക്കുമ്പോൾ അതിൽ ആരൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക, അതോടൊപ്പം സംഘടനാ തലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവ്, രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തിലെ പരിചയക്കുറവ്, ഇതൊക്കെ അദ്ദേഹം എങ്ങനെ മറികടക്കും അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ അതിനെ മറികടക്കുന്ന മറ്റു ചില തന്ത്രങ്ങളുണ്ടോ കേന്ദ്ര നേതൃത്വത്തിന്? അതാണ് അറിയേണ്ടത്. PR സുനിൽ ഡൽഹിയിൽ നിന്ന്. PR സുനിൽ, ഇപ്പോൾ എന്താണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ നിയമിച്ചതിലൂടെ BJP കേന്ദ്ര നേതൃത്വം നൽകുന്ന സന്ദേശം? ആ സന്ദേശം എന്നുള്ളത് നേതാക്കൾക്ക് കൂടിയുള്ള സന്ദേശമാണല്ലോ, സംസ്ഥാനത്തെ നേതാക്കൾക്ക് കൂടിയുള്ള സന്ദേശമാണല്ലോ. തീർച്ചയായും സംസ്ഥാനത്തെ BJPയിൽ കഴിഞ്ഞ ഏറെ നാളായി തുടരുന്ന പടലപ്പിണക്കങ്ങൾ, തർക്കങ്ങൾ, ഗ്രൂപ്പ് പോരുകൾ, ഇതിനൊക്കെതിരെയുള്ള ഒരു സന്ദേശം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ BJP ദേശീയ നേതൃത്വം നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാന നേതാക്കൾക്കാർക്കും രാജീവ് ചന്ദ്രശേഖർ എന്നൊരു പേര് ദേശീയ നേതൃത്വം പരിഗണിക്കുന്നു എന്നത് സംബന്ധിച്ച് യാതൊരു സൂചനയും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. ഏതായാലും ജനുവരി 3-ാം തീയതി നമ്മൾ ഈ വാർത്ത നൽകിയപ്പോഴൊക്കെ തന്നെ സംസ്ഥാനത്തെ BJP നേതാക്കളൊക്കെ തന്നെ ഈ ഒരു റിപ്പോർട്ട് പൂർണ്ണമായി നിഷേധിക്കുകയായിരുന്നു. അതേസമയം ദേശീയ തലത്തിൽ വളരെ സജീവമായി സംസ്ഥാന തലത്തിൽ BJPയുടെ മുഖം മാറണം, BJPയിൽ പുതിയ നേതൃത്വം വരണം, ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന ഒരു നേതാവായിരിക്കണം സംസ്ഥാനത്ത് BJPയുടെ നേതൃനിരയിൽ വരേണ്ടത്. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ കേരളത്തിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിന് പ്രതീക്ഷയുള്ളൂ എന്നതായിരുന്നു BJP ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പേരിലേക്ക് ദേശീയ നേതൃത്വം എത്തുന്നതും ആ നിലയിൽ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതും. ഏതായാലും ഒരു സന്ദേശത്തിനപ്പുറത്ത് നമുക്കറിയാം, വടക്കേ ഇന്ത്യയിൽ വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കുമ്പോഴും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് കാര്യമായ ചലനമുണ്ടാക്കാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് തമിഴ്നാടായാലും കേരളമായാലും തെലങ്കാനയായാലും ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ TDPയുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ പോലും അവിടെ വലിയ പാർട്ടി ഇപ്പോഴും TDPയും YSR കോൺഗ്രസുമാണ്. അപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും BJPക്ക് കാര്യമായ, കർണാടകം ഒഴിച്ച് കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കണം എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗ്രഹമാണ്. പക്ഷേ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും
തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒന്നും തന്നെ ബി.ജെ.പിക്ക് കാര്യമായ ചലനമുണ്ടാക്കാൻ കേരളത്തിൽ സാധിച്ചില്ല. പക്ഷേ സുരേഷ് ഗോപി എന്ന പേര് കേന്ദ്ര നേതൃത്വം നേരിട്ട് നിശ്ചയിച്ച പേരാണ്, അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും. അപ്പോൾ നേരിട്ട് ഇനി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നു എന്ന് കൂടി അതിനെ വായിക്കേണ്ടി വരും. റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന്. റോഷിപാൽ, ഇന്ന് കോർ കമ്മിറ്റി യോഗം റോഷിപാലാണ് റിപ്പോർട്ട് ചെയ്തത്. കോർ കമ്മിറ്റി യോഗത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ കേന്ദ്ര നേതൃത്വം ജാവ്ദേക്കറാണ് അത് അറിയിക്കുന്നത്. പേര് ഇതാണ്, രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പോൾ ഒറ്റ നോമിനേഷൻ മാത്രം വരുന്നു, തീരുമാനമാകുന്നു. നാളെ അതിൽ പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ ഒരു അപശബ്ദവും നമ്മൾ പുറത്തേക്ക് കേൾക്കുന്നില്ല. അപശബ്ദം ഇപ്പോൾ പുറത്തേക്ക് കേൾക്കാനും ഇടയില്ല. പക്ഷേ ഇനി ടീം രാജീവ് ചന്ദ്രശേഖർ ആരായിരിക്കും എന്നല്ല ഇനി അടുത്ത ഘട്ടം. അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വരും ദിവസങ്ങളിൽ ആ പേരുകൾ വരുമ്പോൾ പുതിയ പേരുകൾ, ഇതുവരെ കേൾക്കാത്ത പേരുകൾ പ്രതീക്ഷിക്കാമോ? സ്മൃതി, ഒന്ന് ബി.ജെ.പി. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന വിലയിരുത്തലാണ് അത് കേന്ദ്ര നേതൃത്വത്തിനായാലും അത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾക്കുമുള്ളത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിൽ വലിയ രീതിയിലുള്ള നേട്ടം കൊയ്തു, തൃശൂരിൽ അട്ടിമറി വിജയം നേടി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി ഒരു മുഖം മാറ്റം നേതൃത്വത്തിൽ ഉണ്ടായാൽ അത് വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്ന വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ എന്ന സജീവ രാഷ്ട്രീയത്തിലില്ലാത്ത, മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാളെ ഈ സംസ്ഥാന അധ്യക്ഷ പദവി ഏൽപ്പിക്കുന്നതിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ കുറച്ചു കാലമായിട്ടേ ഉള്ളൂ ബി.ജെ.പി. സംസ്ഥാനത്ത് അവരുടെ സംഘടനാ സംവിധാനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് എല്ലാ ജില്ലാ കമ്മിറ്റികളും വിഭജിച്ചു. ഒന്നിൽ കൂടുതൽ ജില്ലാ കമ്മിറ്റികളാണ് റവന്യൂ ജില്ലകളിലുള്ളത്. ബി.ജെ.പിക്ക് ഓരോ ജില്ലയിലും 2 or 3 ജില്ലാ കമ്മിറ്റികൾ വന്നു. അവിടെയൊക്കെ പുതിയ നേതൃനിര, യുവാക്കളും പരിചയസമ്പന്നരുമായ നേതാക്കൾ ആ ചുമതല ഏറ്റെടുക്കുന്ന സാഹചര്യം. അതൊക്കെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കെട്ടുറപ്പ് കൂടുതൽ ശക്തമാക്കുക എന്ന് തന്നെയാണ് അതുവഴി ഉദ്ദേശിച്ചത്. അങ്ങനെ അവിടെ പുതിയ ഒരു സംസ്ഥാന അധ്യക്ഷൻ കൂടി വരുമ്പോൾ സ്വാഭാവികമായും ഇതേപോലെ തന്നെ ആ ടീമിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പുതുമുഖങ്ങൾ ഇടം നേടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പരിചയസമ്പന്നരായ നേതാക്കൾക്കൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ജനസ്വാധീനമുള്ള നേതാക്കളായിരിക്കും. അതിൽ പുതുമുഖങ്ങൾ, യുവാക്കളൊക്കെ ആ കമ്മിറ്റിയിൽ ഗ്രൂപ്പിനതീതമായ സംവിധാനമാണോ അതോ ഒരു പുതിയ ഗ്രൂപ്പിലേക്കാണോ കാര്യങ്ങൾ എത്തുക എന്ന വരും ദിവസങ്ങൾ തെളിയിക്കും. വളരെ നന്ദി. വി.എസ്. രഞ്ജിത്ത്, പി.ആർ. സുനിൽ, ആർ. റോഷിപാൽ